Good morning everybody and welcome to today's class. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? നമ്മൾ പലതരത്തിലുള്ള പല ടൈപ്പുകളിലായിട്ടുള്ള മാൽവെയറുകളെ കുറിച്ചാണ് പഠിക്കാൻ തുടങ്ങിയത് അല്ലേ? അപ്പോൾ ആദ്യത്തെ മാൽവെയർ ആയിട്ടുള്ള വൈറസ് എന്നാൽ എന്താണ്, വൈറസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് വൈറസുകളാണുള്ളത്, അതുപോലെ തന്നെ ഒരു വൈറസ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മറ്റൊരു മാൽവെയർ ആയിട്ടുള്ള ട്രോജൻ ഹോഴ്സ് എന്നാൽ എന്താണ്, നിങ്ങളോട് ട്രോജൻ ഹോഴ്സിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ടീച്ചർ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ? എത്ര പേര് നിങ്ങൾ വായിച്ചു? കുറച്ച് പേരെങ്കിലും ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണും അല്ലേ? ട്രോജൻ ഹോഴ്സ് എന്താണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ മറ്റൊരു മാൽവെയർ ആയിട്ടുള്ള വോംസ് എന്നാൽ എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റുള്ള മാൽവെയറുകളായിട്ടുള്ള ബാക്ക് ഡോർസ്, അതുപോലെ തന്നെ റൂട്ട് കിറ്റ്, സ്പൈവെയർ, അഡ്വെയർ, റാൻസംവെയർ തുടങ്ങിയ മറ്റു മാൽവെയറുകളെ കുറിച്ച് കൂടിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, വൈറസ്, അതുപോലെ തന്നെ ട്രോജൻ ഹോഴ്സ്, വോംസ് പോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റൊരു മാൽവെയറാണ് ബാക്ക്ഡോർസ്. Backdoors എന്ന് വെച്ചാൽ generally when you log into a computer system it asks for a username and password to access the system. A backdoor is a type of malware that has been designed to avoid this routine procedure. It is generally designed to gain access to a system over a network. Backdoors can get installed to a system with or without the knowledge of the user. Sometimes when a user downloads some huge files from the internet, backdoors may get downloaded or installed. Downloading mischievous files or software unknowingly is also a cause for installation of backdoors into your computer system. Sub7, NetBus, Avast BIOS have been some of the infamous backdoors. These backdoors have been used by attackers to gain unauthorized access to the computer system of the victims. ബാക്ക്ഡോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഷ്വലി നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളോട് ഒരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നമ്മളുടെ തന്നെ ചോദിക്കും. എന്നാൽ ഈ ബാക്ക്ഡോർ എന്നുള്ളത് ഈ ഒരു പ്രൊസീജിയറിനെ അവോയ്ഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളുടെ സിസ്റ്റത്തിലേക്ക് ആക്സസ് എടുക്കുകയും അതുവഴി നമ്മളുടെ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന മാൽവെയറാണ് ബാക്ക്ഡോർസ് എന്നുള്ളത്. അപ്പോൾ ഹ്യൂജ് ഫയൽസും അതുപോലെ തന്നെ മിസ്റ്റീവിയസ് ആയിട്ടുള്ള ഫയൽസ്, സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയാണ് ബാക്ക്ഡോർസും നമ്മളുടെ സിസ്റ്റത്തിനുള്ളിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ചില മാൽവെയറുകൾ, ബാക്ക്ഡോർസ് ഏതൊക്കെയാണെന്ന്. Sub7, NetBus, Avast BIOS ഇതൊക്കെയാണ് ഇൻഫേമസ് ആയിട്ടുള്ള ചില ബാക്ക്ഡോറുകൾ. ഓക്കെ, അടുത്തൊരു മാൽവെയറാണ് റൂട്ട് കിറ്റ്. A rootkit is a special type of malware that gives administrative rights to the use of the computer. The term is inspired from the use of word root in Unix that denotes the user account of the administrator, and kit that denotes the collection of any kind of items or software programs. ഇപ്പോൾ റൂട്ട് കിറ്റ് എന്നുള്ളത് എന്താണ്? നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് പ്രവർത്തിക്കാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ്സ് കൊടുക്കുന്ന ഒരു മാൽവെയറാണ് റൂട്ട് കിറ്റ് എന്നുള്ളത്. അത് റൂട്ട് എന്നുള്ള ഒരു വേർഡിൽ നിന്നും അതുപോലെ തന്നെ കിറ്റ് എന്നുള്ളൊരു വേർഡിൽ നിന്നുമാണ് അത് ഉത്ഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ മീനിങ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് അത് അങ്ങനെ വരാനുള്ള കാരണം. എ റൂട്ട് കിറ്റ് മേ കൺസിസ്റ്റ് ഓഫ് അതർ മാൽവെയർ. ഫോർ എക്സാമ്പിൾ, ഇറ്റ് മേ കണ്ടെയ്ൻ എ ടൈപ്പ് ഓഫ് സ്പൈവെയർ ടു നോ വാട്ട് data or website are visited by the user. In a way, it helps to create the backdoor in a system. This backdoor is used by the hacker to hack information, alter, log files and corrupt other systems on the same network. The hacker installs the rootkit on the computer, which turn gives administrative rights to use the computer. ഓക്കെ, അപ്പോൾ റൂട്ട് കിറ്റ് എന്താണ്? ഒരു ബാക്ക്ഡോർ പോലെയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? നമ്മളുടെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങളൊക്കെ ചോർത്താൻ വേണ്ടി ഒരു സ്പൈവെയർ പോലെയും
ഇത് പ്രവർത്തിക്കാറുണ്ട്. അതെങ്ങനെയാണ്? നമ്മളുടെ ദിസ് ബാക്ക്ഡോർ ഈസ് യൂസ്ഡ് ബൈ ദ ഹാക്കർ ടു ഹാക്ക് ഇൻഫർമേഷൻസ് ഹാക്ക് ചെയ്യാനും, ഓൾട്ടർ ലോഗ് ഫയൽസ്, നമ്മളുടെ കമ്പ്യൂട്ടർ ഫയലുകളെയൊക്കെ ഓൾട്ടറേഷൻ ചെയ്യാനും, കറപ്റ്റ് അതർ സിസ്റ്റംസ് ഓൺ ദ സെയിം നെറ്റ്വർക്ക്, നമ്മളുടെ സെയിം നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന മറ്റ് സിസ്റ്റത്തിലെ ഡേറ്റാസിനെയും കൂടി ബാധിക്കത്തക്ക തരത്തിലാണ് റൂട്ട് കിറ്റുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്താണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? അൺലൈക്ക് അതർ മാൽവെയർ, റൂട്ട് കിറ്റ്സ് ആർ ഡയറക്ട്ലി നോട്ട് ഹാംഫുൾ. ഡയറക്ട്ലി ഹാംഫുൾ അല്ല എങ്കിലും ദേ ആർ സിംപ്ലി യൂസ് ടു കവർ അതർ മാൽവെയർ. മറ്റ് മാൽവെയറുകൾ ഇതിൻ്റെ മറവിൽ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂട്ട് കിറ്റ് എന്ന മാൽവെയർ ഉപയോഗിക്കുന്നത്. ഗെയിൻ എൻട്രി ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ദെൻ അറ്റാക്ക് ദ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസിങ് അതർ മാൽവെയർ ലൈക്ക് വൈറസ് ആൻഡ് ട്രോജൻ ഹോഴ്സസ്. അപ്പം ഇതിനോടൊപ്പം തന്നെ മറ്റു മാൽവെയറുകളായിട്ടുള്ള ട്രോജൻ ഹോഴ്സ്, വൈറസ് തുടങ്ങിയവ കടന്നു വരികയും അത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ നശിപ്പിക്കുകയും ചെയ്യും. ദ റൂട്ട് കിറ്റ്സ് ആർ ആക്ടിവേറ്റഡ് ബിഫോർ ദ ബൂട്ടിംഗ് അപ്പ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആസ് എ റിസൾട്ട് ദേ ആർ വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്റ്റ്. ഇത് നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബൂട്ടിങ്ങിന് മുന്നേ തന്നെ ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സിൻസ് യു കനോട്ട് ഈസിലി ഡിറ്റക്ട് ദ റൂട്ട് കിറ്റ്, ദെയർഫോർ യു കനോട്ട് ഈസിലി റിമൂവ് ഓർ ഡിലീറ്റ് ഇറ്റ്. നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനോ സാധിക്കാറില്ല പലപ്പോഴും. എ കോമൺ എക്സാമ്പിൾ ഓഫ് എ റൂട്ട് കിറ്റ് ഈസ് ബാക്ക് ഓറിഫൈസ്. It was designed to find shortfalls in the security measures of the MS Windows operating system. MS Windows operating systemത്തിലെ പിഴവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ബാക്ക് ഓറിഫൈസ് എന്നുള്ള റൂട്ട് കിറ്റ് ഉണ്ടാക്കിയത്. അതാണ് ഒരു റൂട്ട് കിറ്റിൻ്റെ ഉദാഹരണം. അടുത്തത് സ്പൈവെയർ. എന്തായിരിക്കും സ്പൈവെയർ? ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ. സ്പൈ എന്ന് വെച്ചാൽ ചാരൻ അല്ലേ. നമ്മുടെ കമ്പ്യൂട്ടറിൽ കടന്നുകൂടി ചാരപ്പണി ചെയ്യുന്ന മാൽവെയറുകളാണ് സ്പൈവെയർ. Spyware is a type of malware that does not directly destroy the data of a system. നമ്മുടെ സിസ്റ്റത്തിലെ ഒരു ഡേറ്റയെ ഡയറക്റ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഡിസൈൻഡ് സോ ആസ് ടു കളക്ട് ഇൻഫർമേഷൻ എബൌട്ട് ആൻ ഇൻഡിവിജ്വൽ ഓർ ആൻ ഓർഗനൈസേഷൻ. ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് സ്പൈവെയറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദ കൺസേൺഡ് ഇൻഡിവിജ്വൽ ഓർ ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് അവെയർ ഓഫ് ദ ഫാക്ട്. ദ ഇൻഫർമേഷൻ സോ കളക്റ്റഡ് ബൈ ദ സ്പൈവെയർ ഈസ് സെൻഡ് ടു ദ കോർപ്പറേറ്റ് ഹൗസസ് ടു ഇൻക്രീസ് മാർക്കറ്റ്സ് ഓഫ് ദെയർ പ്രൊഡക്ട്സ്. അപ്പം നമ്മളിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റാസോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റാസൊക്കെ എങ്ങോട്ട് പോകുന്നു? കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്നു. നമ്മളേറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്, നമ്മളേറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അറിയാതെ ചോർത്തിയെടുത്ത ശേഷം അത് കോർപ്പറേറ്റ് കമ്പനികൾക്ക് അത് ചോർത്തി കൊടുക്കുന്നു. Generally, spyware collects information about the website that are frequently visited by the user. നമ്മൾ സ്ഥിരമായിട്ട് കയറി നോക്കുന്ന ചില കുട്ടികളൊക്കെ കാണും, ചിലർക്ക് ഈ ചില പ്രൊഡക്ട്സുകളോട് ഭയങ്കര താല്പര്യമായിരിക്കും അല്ലേ. കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ ഗെയിം ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ എന്തായിരിക്കും ക്ലോത്ത്സ് ഒക്കെ അല്ലേ. ചില ക്ലോത്ത്സിനോടൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. ചെരുപ്പുകൾ, ഹാൻഡ് ബാഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും പല ടൈപ്പ് ഓഫ്. അപ്പം നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം അതെല്ലാം വലിയ വലിയ കുത്തക മുതലാളികൾക്ക് ചോർത്തി കൊടുക്കും. എന്നിട്ട് എന്താകും? അവരതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയും നമ്മളിലേക്ക് അത് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, ദിസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, യൂസർ നെയിംസ്, പാസ്വേഡ്സ് ആൻഡ് ഓഫ് ഇമെയിൽ അക്കൗണ്ട്സ് എക്സെട്ര. ഇത് നമ്മളുടെ വെബ്സൈറ്റ് വിസിറ്റിംഗ് ഡേറ്റ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, പാസ്വേഡ്സ്, അതുപോലെ തന്നെ യൂസർ നെയിം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ചോർത്തിയെടുക്കാറുണ്ട്. സം ടൈപ്സ് ഓഫ് സ്പൈവെയർ ക്യാൻ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ അതർ സോഫ്റ്റ്വെയർ ഓൾസോ ഇൻ ദ സിസ്റ്റം. Some of these are designed to gain control over the existing software operating on the system of the victim. Some types of spyware are designed to change the settings of the computer. പല ടൈപ്പ് ഓഫ് സ്പൈവെയറുകളാണ് ഉള്ളത് അല്ലേ. ചിലത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നു, ചിലത് എന്നിട്ട് മറ്റ് സോഫ്റ്റ്വെയറുകളെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്നാൽ ചിലതാട്ടെ എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ കൺട്രോൾ എടുക്കുകയും അതിനെ മലീഷ്യസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. സം ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആർ ഡിസൈൻ ടു ചേഞ്ച് ദ സെറ്റിംഗ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. ചിലത് കമ്പ്യൂട്ടറിൻ്റെ സെറ്റിംഗ്സ് തന്നെ മാറ്റിക്കളയുന്നു. സ്പൈവെയർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ടൈപ്സ് ഓഫ് മാൽവെയർ ആസ് ഇറ്റ് ഡസ് നോട്ട് മൾട്ടിപ്ലൈ. ഇറ്റ് ഓൺലി ഇൻസ്റ്റാൾസ്
itself once in a system of the user. The presence of the spyware is a system reduces the operating speed and the connection speed of the computer system. അപ്പോൾ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സ്പീഡും അതുപോലെ തന്നെ കണക്ഷൻ നെറ്റ്വർക്ക് കണക്ഷൻ്റെയൊക്കെ സ്പീഡ് കുറയ്ക്കുകയും ചെയ്യുന്നു. The presence of spyware in a computer system can be detected from these common symptoms of the ഇൻഫെക്റ്റഡ് സിസ്റ്റംസ്. ഇപ്പം കുറച്ച് സിംറ്റംസ് ആണ് പറയുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു സ്പൈവെയർ ഇതിനകത്ത് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദ പെർഫോമൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഹാസ് സ്റ്റാർട്ടഡ് ഡിക്രീസിങ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങിയാൽ ദ കമ്പ്യൂട്ടർ സ്റ്റാർട്ട്സ് ബിഹേവിങ് ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയാൽ the CPU of the system is continuously processing even if the user not doing anything. ഇപ്പോൾ നമ്മളുടെ യൂസർ ഒന്നും നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്തില്ലെങ്കിൽ പോലും നമ്മളുടെ CPU പ്രോസസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ the free space in the computer hard disk has decreased on its own. കമ്പ്യൂട്ടറിലെ ഫ്രീ സ്പേസുകളെല്ലാം ഓട്ടോമാറ്റിക്കലി അത് റെഡ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ there is a huge traffic of the internet activities from the system. അപ്പോൾ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുമ്പം നമുക്ക് സ്പീഡ് കിട്ടാതെ വരികയോ അല്ലെങ്കിൽ നമ്മളെ പേജസ് ഒന്നും പ്രോപ്പറായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വരാതിരിക്കുന്നതിനാണ് ഇൻ്റർനെറ്റ് ട്രാഫിക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ദ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾഡ് ഓൺ സിസ്റ്റം ഹാവ് സ്റ്റാർട്ടഡ് ക്ലോസിങ് ഓൺ ദെയർ ഓൺ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ചില ആപ്ലിക്കേഷൻസൊക്കെ നമ്മളറിയാതെ അത് ക്ലോസ്ഡ് ആവുകയാണെങ്കിൽ ദ സിസ്റ്റം ഹാസ് ഫെയിൽ ടു റീബൂട്ട്. നമ്മുടെ സിസ്റ്റത്തിന് റീബൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ദ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഹാർഡ് ഡിസ്ക് ഹാവ് ക്രാഷ് ഡൗൺ. നമ്മുടെ സിസ്റ്റത്തിനും ഹാർഡ് ഡിസ്കിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ദ യൂസർ ഹാസ് സ്റ്റാർട്ടഡ് ഫേസിങ് ഡിഫിക്കൽറ്റി ഇൻ കണക്റ്റിംഗ് ടു ദ ഇൻ്റർനെറ്റ്. നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുക. ഇതൊക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു സ്പൈവെയർ കയറിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ. അടുത്തൊരു മാൽവെയറാണ് ഹാർഡ്വെയർ. The word hardware has been formed from two words, advertising supported software. അപ്പോൾ അഡ്വർടൈസിങ് സപ്പോർട്ടഡ് സോഫ്റ്റ്വെയർ എന്നുള്ള രണ്ട് വാക്കിൽ നിന്നാണ് ഹാർഡ്വെയർ എന്നുള്ള ഒരു വാക്കുണ്ടായിട്ടുള്ളത്. ഹാർഡ്വെയർ ഈസ് ജനറലി യൂസ് ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ബാനേഴ്സ് ആൻഡ് പോപ്പപ്സ് ഓൺ ദ ഇൻഫെക്റ്റഡ് കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് ബാനറുകളായിട്ടോ അല്ലെങ്കിൽ പോപ്പപ്പുകളായിട്ടോ ഒക്കെയോ കടന്നു വരുന്നതിനാണ് ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്. ഹാർഡ്വെയർ ഈസ് ജനറലി ബണ്ടിൽഡ് അപ്പ് വിത്ത് ആപ്ലിക്കേഷൻസ് that a person has purchased from the market or has downloaded from the internet. Sometimes hardware is used by software developers to collect funds for the expenses incurred in the development of the software. ചില സമയത്ത് നമ്മളുടെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സൊക്കെ ഇത്തരത്തിലുള്ള ഹാർഡ്വെയറുകൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയാണ്? അവർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത സമയത്ത് അവർക്ക് ഒരുപാട് ഹ്യൂജ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആർട്സിനെയൊക്കെ അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് അതിനെ ചെറുക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. സ്പൈവെയർ ഈസ് used to collect data about the website visited by the user. On the basis of the data collected and supplied to corporate houses, advertisements appear on the computer system of the user. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സ്പൈവെയർ എന്താണ്? ചോർത്തുവാണ് അല്ലേ? നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്, നമ്മളുടെ വെബ്സൈറ്റ് വ്യൂ എന്തൊക്കെയാണെന്നുള്ള വിവരങ്ങൾ സ്പൈവെയർ എന്നിട്ടുള്ള മാൽവെയർ ചോർത്തിയെടുക്കുകയും അത് കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു നമ്മൾ കണ്ടല്ലേ. അങ്ങനെ കൊടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് താല്പര്യമുള്ള മേഖലകളെ പറ്റിയുള്ള അഡ്വർടൈസ്മെൻ്റൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കടത്തി വിടുന്നതിനാണ് ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദീസ് അഡ്വർടൈസ്മെൻറ്റ്സ് ആർ ഡിസ്പ്ലേഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാർഡ്വെയർ. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു ഹാർഡ്വെയറിൻ്റെ പ്രവർത്തനം മൂലമാണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ എന്തെങ്കിലും നെറ്റിലൊക്കെ ഉപയോഗിക്കുമ്പം കടന്നു വരുന്ന പരസ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് വരുന്ന പരസ്യങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല. നമ്മൾ ഓർക്കും ഇതെല്ലാവർക്കും വരുന്ന പരസ്യങ്ങളാണല്ലോ ഇങ്ങനെയെന്ന്. പക്ഷേ അത് ശരിയല്ല. നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ സെർച്ച് ചെയ്തിട്ടുള്ളത്, നമുക്ക് അറിയാൻ താല്പര്യമുള്ളത്, നമുക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി സ്പൈവെയറിൻ്റെ സഹായത്തോടു കൂടി വിവരങ്ങൾ ചോർത്തി അത് വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിറ്റ് അത്
ഹാർഡ്വെയറിൻ്റെ സഹായത്തോടെയാണ് ഈ പരസ്യങ്ങളൊക്കെയും നമ്മുടെ പ്രിഫറൻസിനനുസരിച്ചുള്ള പരസ്യങ്ങൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഓക്കെ, ഹാർഡ്വെയർ ഈസ് ദ ഓൺലി മാൽവെയർ വിച്ച് ഹാസ് പോസിറ്റീവ് ആസ് വെൽ as നെഗറ്റീവ് എഫക്റ്റ്. ഇതിന് പോസിറ്റീവും നെഗറ്റീവും എഫക്റ്റ് ഉണ്ട്. ഹാർഡ്വെയർ ഹെൽപ്പ് സോഫ്റ്റ്വെയർ ഡെവലപ്സ് ടു കളക്ട് ദ ഫണ്ട് ഫോർ ദ സോഫ്റ്റ്വെയർ. അപ്പം ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്പ്, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ, നല്ല ഉപകാരപ്രദമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് ഫണ്ടിങ് കൊടുക്കുന്നതിന് വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നു. വിത്ത് കളക്റ്റഡ് ഫണ്ട്സ് ദേ ക്യാൻ ഇംപ്രൂവ് ദ അപ്ഗ്രേഡ് ഇത് സോഫ്റ്റ്വെയർ. അങ്ങനെ കളക്ട് ചെയ്യുന്ന ഫണ്ട് വഴി നമ്മുടെ സോഫ്റ്റ്വെയറുകളൊക്കെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും ഒക്കെ ഈ സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് സഹായകരമാണ്. ഓൺ ദ നെഗറ്റീവ് സൈഡ്, ദ അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് ദാറ്റ് അപ്പിയർ ഓൺ ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഡിസ്ട്രാക്ട് ഓർ ഇറിറ്റേറ്റ് ദ യൂസർ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എപ്പോഴും പോപ്പപ്പ് വരുന്നത് അല്ലെങ്കിൽ ബാനറുകളായിട്ട് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് നമുക്കതൊരു ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ അതാണ് മറ്റൊരു ടൈപ്പ് ഓഫ് ഒരു മാൽവെയറാണ് റാൻസം വെയർ എന്നുള്ളത്. റാൻസം വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ദാറ്റ് ഫോക്കസസ് ഓൺ ദ യൂസർ ആൻഡ് ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഓഫ് ദ യൂസർ. Unlike the malware, it is neither hidden or difficult to detect. In fact, the ransom announces itself to the user. അപ്പം മറ്റേതൊരു മാൽവെയറിനേക്കാളും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മാൽവെയറാണ് റാൻസം വെയർ എന്നുള്ളത്. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വരികയും നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് തന്നെ അത് അനൗൺസ്മെൻറ്റ് തരും, ഇന്ന ഡേറ്റാസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് റാൻസം തന്നു കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു ഫിക്സഡ് എമൗണ്ട് തുക തന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാതെ നിങ്ങൾക്ക് വിട്ടു തരുന്നതാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ദെൻ ഫ്ലാഷസ് ഇൻസ്ട്രക്ഷൻസ് ഓൺ ദ സ്ക്രീൻ ടു പേ ബ്രൈബ് ഓർ റാൻസം ടു അറ്റാക്കേഴ്സ് ടു ഗെറ്റ് ദ ഡേറ്റ ബാക്ക്. അപ്പോൾ ആ ഡേറ്റാസൊക്കെ, നമ്മളുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻസൊക്കെ തിരിച്ച് കിട്ടണമെങ്കിൽ ആ ഒരു ഹാക്കേഴ്സ്, ഇതിങ്ങനെ നമ്മുടെ ഡേറ്റാസ് മോഷ്ടിക്കുന്ന ഹാക്കേഴ്സിന് പണം നൽകണമെന്നാണ് അവർ അറിയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു മാൽവെയറാണ് റാൻസം വെയർ. ഓക്കെ, ഇനി ഏതൊരു സാഹചര്യത്തിലാണ് റാൻസം വെയറുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യുക? നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഒരു ആൻറ്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഇഫ് യുവർ കമ്പ്യൂട്ടർ സിസ്റ്റം ഇസ് നോട്ട് ഇൻസ്റ്റാൾഡ് വിത്ത് ഓർ അപ്ഡേറ്റഡ് ആൻറ്റിവൈറസ് ഇല്ല എങ്കിൽ, ആൻറ്റിവൈറസ് എന്താണെന്ന് നമ്മളിനി കാണും. ഓക്കെ, അപ്പോഴാണ് ഇതിങ്ങനെ നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുക. ഈ ഫേമസ് ആയിട്ടുള്ള ചില റാൻസം വെയറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന റാൻസം വെയർ ഇൻഫെക്ട്സ് എ കമ്പ്യൂട്ടർ ഇൻ ദ ഫോളോയിങ് വേസ്. താഴെ പറഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ റാൻസം വെയർ അറ്റാക്ക് ചെയ്യുന്നത്. ഡ്രൈവ് ബൈ ഡൗൺലോഡ് എന്നുള്ളൊരു രീതി. ദിസ് ഈസ് എ മോസ്റ്റ് കോമൺ വേ ബൈ വിച്ച് റാൻസം വെയർ ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ കമ്പ്യൂട്ടർ. It is automatically transferred to the system when the user visits some malicious websites or clicks on mischievous link. അപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിലുള്ള മിസ്ചീവിയസ് ലിങ്കുകളോ അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകളോ ഒക്കെ വിസിറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇത് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വരിക. അടുത്തത് എക്സ്പ്ലോയിറ്റിംഗ് വീക്ക്നെസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ ആൻറ്റിവൈറസ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി, വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതുവഴിയാണ് കടന്നുകൂടുന്നത്. റാൻസം ക്യാൻ ഓൾസോ എൻ്റർ ദ കമ്പ്യൂട്ടർ സിസ്റ്റം ബൈ ഫൈൻഡിങ് എ ഹോൾ ഇൻ ദ സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് ദ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലെ ആൻറ്റിവൈറസ് ഒന്നും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള റാൻസം വയറുകളൊക്കെ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ റാൻസം വെയറിൻ്റെ അറ്റാക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഓൾവേസ് കീപ്പ് എ ബാക്കപ്പ് ഓഫ് ഓൾ യുവർ ഡേറ്റ. നിങ്ങളുടെ ഡേറ്റയ്ക്ക് മുഴുവനായിട്ടൊരു ബാക്കപ്പ് വെക്കുക. അപ്പോൾ നമ്മൾക്ക് ഗൂഗിൾ തന്നെ അതിനുള്ള ബാക്കപ്പ് ഡേറ്റാസൊക്കെ അതിനുള്ള പ്രൊവിഷൻസ് തരുന്നുണ്ട്, അല്ലേ? നമ്മളുടെ ഫോട്ടോസ് ആണെങ്കിൽ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റാസൊക്കെ ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്ലൗഡിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ക്ലൗഡിലോ അല്ലെങ്കിൽ നമ്മളെ ഡ്രൈവിലോ ഒക്കെ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും പോകുകയില്ലെന്ന് മാത്രമല്ല, അതവിടെ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. ദെൻ ഡു നോട്ട് ക്ലിക്ക് ഓൺ എ വെബ് ലിങ്ക് ബിഫോർ യു ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ മിസ്ചീവിയസ് ലിങ്ക്. അപ്പോൾ കാണുന്ന ലിങ്കുകളിലൊക്കെ പിടിച്ച് ഞെക്കുന്നതിന് മുമ്പ് ഒന്നുകൂടൊന്ന് ആലോചിക്കുക, ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ, ഇത്
ഇമ്പോർട്ടൻ്റ് ആണോ, ഇത് ഇനി എന്തെങ്കിലും വൈറസ് ഇതിൻ്റെ കൂടെ കടന്നു വരുന്നതാണോ എന്നൊക്കെ ഒന്നുകൂടി ആലോചിച്ച ശേഷം മാത്രം ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യുകയും വെബ്സൈറ്റുകളൊക്കെ വിസിറ്റ് ചെയ്യുകയും ചെയ്യുക. ഇൻസ്റ്റാൾ ഗുഡ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഓൺ യുവർ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് റെഗുലർലി അപ്ഡേറ്റ് ഇറ്റ്. അപ്പം ആൻറ്റിവൈറസ് എന്താണെന്ന് നമ്മൾ പഠിക്കും, അത് അപ്ഡേറ്റ് ചെയ്യുകയും അത് ഇൻസ്റ്റാൾ ചെയ്യുകയും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. Still, if you are attacked by the ransom, do not pay bribe or ransom to the attackers. This encourages them to attack further innocent people. Instead of paying ransom, get in touch with the local cyber security office or cell to fight against the attackers. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഡേറ്റാസ് ഒക്കെ ചോർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ പറയുന്ന തുകയോ അതൊന്നും അവർ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. പകരം നമ്മൾ നമ്മളുടെ സൈബർ സെല്ലൊക്കെ ഏറ്റവും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരാണല്ലേ, അവരുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ലീഗലായിട്ട് നേരിടാൻ ശ്രമിക്കുക. അടുത്തത് ഫൈനലായിട്ടുള്ള ഒരു മാൽവെയറാണ് സ്കെയർവെയർ. സ്കെയർവെയർ ഇസ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ദാറ്റ് ഈസ് ഡിസൈൻ ടു ട്രിക്ക് ഇൻ്റർനെറ്റ് യൂസേഴ്സ് ടു പർച്ചേസ് ഓർ ഡൗൺലോഡ് യൂസ്ലെസ് ഓർ ഡേഞ്ചറസ് സോഫ്റ്റ്വെയർ. അപ്പം നമുക്ക് ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളെയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ട്രിക്ക് ചെയ്യുന്ന, നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കുടുക്കിൽ ചാടിക്കുന്ന മാൽവെയറുകളാണ് സ്കെയർവെയറുകൾ. ജനറലി ഇറ്റ് ഷോസ് എ ഡയലോഗ് ബോക്സ് ആൻഡ് പോപ്പപ്പ് സിമിലർ ടു ദ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പോലെ തന്നെ ചിലപ്പോൾ ഇതുപോലെ ഡയലോഗ് ബോക്സോ അല്ലെങ്കിൽ പോപ്പപ്പ് ഒക്കെ കാണിച്ച ശേഷം ദീസ് പോപ്പപ്പ് ആസ്ക് ഫോർ ഡൗൺലോഡിംഗ് ലേറ്റസ്റ്റ് ആൻറ്റിവൈറസ് ഓർ ആൻറ്റി മാൽവെയർ പ്രോഗ്രാംസ്. The message also shows that an initial test has already been run on the computer system and there are large number of files that are infected with the virus and malware. The infection can be completely removed by if the user purchases the software. The user gets scared of loss of data and purchases the program with the fact is some useless or dangerous software. In this way, the user may lose money or download infected ഫയൽസ് ഇൻ ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ ഇത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഫോണിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വരാനുണ്ട്. ഇപ്പോൾ ചില ഒരു ആപ്പ്, ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഫുള്ള് ഡേറ്റയാണ്, അതുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിന് എഫിഷ്യൻസി കുറവായിരിക്കും, അല്ലെങ്കിൽ ഫോണിലാണെങ്കിലും സ്പേസ് കുറവാണ്, അതിനൊരു പരിഹാരമുണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൊബൈലിനെ ക്ലീൻ ആക്കി വെക്കും, ഡേറ്റാസൊക്കെ ആവശ്യമില്ലാത്തതെല്ലാം കളയും എന്നൊക്കെയുള്ള രീതിയിൽ മെസ്സേജുകൾ വന്ന് ചിലപ്പോൾ നമ്മൾ അറിയില്ല, നമ്മളത് ഓർത്ത് ശരിയാണെന്നോർത്ത് നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കയറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ഒരാവശ്യവുമില്ലാത്ത അഡീഷണൽ ആയിട്ടുള്ള, അതേസമയം ഇതുപോലെ പല മാൽവെയറുകൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കടക്കുന്ന തരത്തിലുള്ള സ്കെയർവെയറുകൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. അപ്പോൾ നമ്മളെ പേടിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ കുതന്ത്രത്തിൽ വീഴ്ത്തി നമ്മളുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആക്കുന്ന മാൽവെയറുകളാണ് സ്കെയർവെയറുകൾ. ഓക്കെ, അപ്പം നമ്മൾ പലതരത്തിലുള്ള മാൽവെയറുകളെയാണ് പരിചയപ്പെട്ടത്. ഇനി എങ്ങനെയാണ് ഈ മാൽവെയറുകൾ സ്പ്രെഡ് ആവുന്നത്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വൈറസ് എന്നുള്ള മനുഷ്യ ശരീരത്തിലെ വൈറസൊക്കെ കോണ്ടാക്റ്റ് വഴിയാണ് പരിചയപ്പെടുന്നത് അല്ലേ. ഒരു ആളിൽ നിന്നും മറ്റൊരാളിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നത് വഴി, ബന്ധപ്പെടുന്നത് വഴിയാണ് വൈറസുകളൊക്കെ പടരുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നോ ഒരു മൊബൈൽ സിസ്റ്റത്തിൽ നിന്നോ അത് ഫിസിക്കലിയോ അല്ലെങ്കിൽ നോൺ ഫിസിക്കലായിട്ടോ ആണ് ഇത് പകരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് കോണ്ടാക്റ്റ് മേ ബി ഫിസിക്കൽ ഓർ ഇലക്ട്രോണിക്കോ ആകാം. ഫിസിക്കൽ എന്ന് പറയുന്നത് ത്രൂ USB ഓർ കേബിൾ, നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുന്ന നമ്മളുടെ USB ആകാം, അല്ലെങ്കിൽ പെൻഡ്രൈവ് ആകാം, അങ്ങനെയുള്ള മെമ്മറി കാർഡ് തുടങ്ങിയ ഫിസിക്കൽ ഒബ്ജക്റ്റ് വഴിയാവാം ചിലപ്പോൾ പകരുന്നത്. അതല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള ബ്ലൂടൂത്തോ ഇൻ്റർനെറ്റ് വഴിയൊക്കെ ആവാം കമ്പ്യൂട്ടറിലോ മൊബൈലിലോ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ വൈറസ് അല്ലെങ്കിൽ മാൽവെയറുകൾ ഇൻഫെക്റ്റഡ് ആവുന്നത്. ഇനി എന്താണ്? മാൽവെയർ ക്യാൻ സ്പ്രെഡ് ഫ്രം an infected hard disk or removal disk to an uninfected disk or removal disk. അപ്പം ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിൽ നിന്നും അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിലേക്കാണ് പകരുന്നത്. ഇറ്റ് സ്പ്രെഡ്സ് വെനെവർ ആൻ ഇൻഫെക്റ്റഡ് പ്രോഗ്രാം ഓർ സിസ്റ്റം ഈസ് യൂസ്ഡ് ആൻഡ് ദ അൺഇൻഫെക്റ്റഡ് ഡിസ്ക് ഈസ് അക്സസ്ഡ് ബൈ ദ യൂസർ. അപ്പം ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള
വൈറസ് അല്ലെങ്കിൽ മാൽവെയർ അറ്റാക്ക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തെ, ഇപ്പം മെമ്മറി കാർഡ് പോലെയുള്ള വസ്തുക്കൾ നമ്മളുടെ സിസ്റ്റവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ടാവാം ഇത് പകരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആക്സസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസിങ് എ ഡിസ്ക് മീൻസ് ടു വ്യൂ ഫയൽസ് ഓൺ ദ ഡിസ്ക്, റൺ പ്രോഗ്രാംസ്, സെൻഡ് പ്രിൻറ്റ് കമാൻഡ്സ് ഓർ ഈവൻ സ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. അപ്പോൾ ആക്സസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഗ്രാമിൽ ആ ഒരു സിസ്റ്റത്തിലുള്ള പ്രോഗ്രാമുകൾ റൺ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഫയലുകളൊക്കെ വ്യൂ ചെയ്യുകയോ ചെയ്യുന്നതാണ് ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ആക്സസ് ചെയ്യുമ്പോൾ എന്താണ് ഇത് പകരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ആഫ്റ്റർ മാൽവെയർ ഇൻഫെക്റ്റ് എ ഫയൽ, ഇറ്റ് വെയിറ്റ്സ് ഫോർ എ സിഗ്നൽ. ദ സിഗ്നൽ ബിക്കംസ് പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ മാൽവെയർ പ്രോഗ്രാം ഇറ്റ് സെൽഫ്. ദ സിഗ്നൽ ക്യാൻ ബി 2 types. അപ്പോൾ ഒരു തവണ ഇത് അറ്റാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സിഗ്നലിന് വേണ്ടിയിട്ട് ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും മാൽവെയർ. അത്തരത്തിലുള്ള 2 തരത്തിലുള്ള സിഗ്നലുകളാണ് ഉള്ളത്. ഒന്നാമത്തത് എ ടൈം ബോംബ് സിഗ്നൽ. ടൈം ബോംബ് സിഗ്നൽ എന്ന് വെച്ചാൽ ഇസ് ദ വൺ in which the malware is activated at a specific time like day, date, month and hour. അപ്പം ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രം ആക്ടിവേറ്റ് ആയി അറ്റാക്ക് ചെയ്യുന്ന മാൽവെയറുകളാണ് ടൈം ബോംബ് സിഗ്നൽ. അടുത്തത് ലോജിക് ബോംബ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ടൈപ്പ് സിഗ്നലാണ്. is one which the malware is activated when a specific function is performed like opening and printing files. അപ്പം ഒരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴോ ക്ലോസ് ചെയ്യുമ്പോഴോ ഒക്കെ പ്രിൻ്റ് ചെയ്യുമ്പോഴോ ഒക്കെയാണ് ഈ ഒരു ലോജിക് ബോംബ് സിഗ്നൽ പ്രവർത്തിക്കുന്നത്. മാൽവെയർ ഐദർ കോപ്പീസ് ഇറ്റ്സെൽഫ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ ഓർ എക്സിക്യൂട്ട് സം ഇൻസ്ട്രക്ഷൻസ്. ചിലപ്പോൾ അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരിക്കുകയോ അല്ലെങ്കിൽ ഒന്നിൽ തന്നെ കടന്നുകൂടി മാറ്റങ്ങളൊക്കെ വരുത്തുകയും ചെയ്യുന്നു. as planned by the person who has prepared the malware as soon as it gets the signal. The spreading of malware increased with the use of internet and emails. അപ്പം ഇൻ്റർനെറ്റുകൾ, ഇമെയിലുകൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം കൂടിയതോടുകൂടി മാൽവെയറുകളുടെ വ്യാപനവും കൂടിയിട്ടുണ്ട്. ബിഫോർ ദാറ്റ് ഇറ്റ് സ്പ്രെഡ് ത്രൂ CDs and other removable storage devices. The use of internet and email enabled the virus to spread from one system to another without coming in direct contact or through some removable storage devices. Accordingly, the damage caused by which malware is much more than earlier times. അപ്പം നേരത്തെയൊക്കെ ഹാർഡ്വെയറിൽ കൂടെയോ അല്ലെങ്കിൽ മെമ്മറി കാർഡ്, പെൻഡ്രൈവ് തുടങ്ങിയ സാധനങ്ങളിൽ കൂടിയായിരുന്നു, ഫിസിക്കൽ ഒബ്ജക്റ്റിൽ കൂടെയായിരുന്നു പകർന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഇമെയിലുകൾ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് വെബ്സൈറ്റുകൾ തുടങ്ങിയവയിലൂടെയൊക്കെയാണ് മാൽവെയറുകൾ സ്പ്രെഡ് ആവുന്നത്. അതുകൊണ്ട് എന്താണ് കാര്യം? ഇത് പണ്ടത്തേതിനേക്കാളും കൂടുതൽ അറ്റാക്ക് ഇപ്പം മാൽവെയറുകളുടെ നടക്കുന്നുണ്ട്. Okay, with this we are stopping today's class. We'll continue this class next time. Okay, virus, spyware, trojan horse, scareware, rootkit തുടങ്ങി 9 different types of മാൽവെയറുകളും അവയുടെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇതുവരെ പഠിച്ചത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു മാൽവെയറുകൾ കമ്പ്യൂട്ടറിൽ നിന്നും മൊബൈലുകളിൽ നിന്നുമൊക്കെ പരസ്പരം സ്പ്രെഡ് ആവുന്നത് എന്നും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കണ്ടു. ഇനി ബാക്കി നമുക്കിനി പഠിക്കാനുള്ളത് ഈ മാൽവെയറുകളെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ സാധിക്കും, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൻറ്റി വൈറസുകൾ ഏതൊക്കെയാണ്, എന്താണ് ആൻറ്റി വൈറസ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അല്ലേ, മറ്റേതൊരു ചാപ്റ്ററിനേക്കാളും. കാരണം നമ്മളിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും ഇൻ്റർനെറ്റ് യൂസേഴ്സാണ്, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇനി ജീവിതത്തിൽ കമ്പ്യൂട്ടറായിട്ടും അതുപോലെ തന്നെ മൊബൈൽസൊക്കെ ആയിട്ടും സിസ്റ്റമായിട്ട് എപ്പോഴും ഇടപെടേണ്ടവരാണ്. അപ്പം നമുക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പം പലതരത്തിലുള്ള മാൽവെയറുകൾ ഏതാണ്, അതൊക്കെ അറിഞ്ഞിരിക്കുക, എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ടും നോട്ട്സും എഴുതി വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. See you next class.